ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന്റെ ഉടമസ്ഥതയിലുള്ള രാജധാനി ഹോട്ടൽ കെട്ടിടം പൊളിച്ചു നീക്കാൻ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. കനാൽ കയ്യേറിയാണ് കെട്ടിടം നിർമ്മിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എന്നാൽ സർക്കാരിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമാണ് ഉത്തരവെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. തലസ്ഥാനത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ആരംഭിച്ച ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ബിജു രമേശിന്റെ ഉടമസ്ഥയിലുള്ള രാജധാനി ഹോട്ടൽ തെക്കനങ്കര കനാൽ കയ്യേറിയതായി കണ്ടെത്തിയത്. ദുരന്ത നിവാരണ നിയമപ്രകാരം കെട്ടിടം പൊളിച്ചു നീക്കാൻ തഹസീൽദാർ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ബിജു രമേശ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. വിശദമായ ഹിയറിംഗ് നടത്താനുള്ള കോടതി നിർദ്ദേശത്തെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ADM വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം ധനമന്ത്രി KM മാണിക്കെതിരായ കോഴയാരോപണത്തിന്റെ പ്രതികാരമാണ് നടപടിക്ക് പിന്നിലെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. കനാലിന് അനുബന്ധമായുള്ള മറ്റു കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. ADMന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും ബിജു രമേശ് പറഞ്ഞു. ഇത് മുകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് തന്നെയാണ് പലപ്പോഴും ADM പറഞ്ഞത്. വേറെയാരുടെ ഭാഗത്തു നിന്നും ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് ADMന് സമ്മർദ്ദമുണ്ടായത്. ഒരു കാരണവശാലും മെനങ്ങാന്ന് പോയിട്ട് അഡ്വക്കേറ്റുമാരോട് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾക്ക് അനുകൂലമായി യാതൊരു ഉത്തരവും ഉണ്ടാകില്ല. ആ രീതിക്ക് എനിക്ക് മുകളിൽ നിന്നും സമ്മർദ്ദമുണ്ട്. 15 ദിവസത്തിനുള്ളിൽ കെട്ടിടം പൊളിച്ചു നീക്കാനാണ് ഉത്തരവ്. ഇതിനുള്ളിൽ നടപടിയുണ്ടായില്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കെട്ടിടം പൊളിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.